അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കർക്കിടക മാസത്തിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എണ്ണ തേച്ച് കുളി, മരുന്ന് കഞ്ഞി, അതുപോലെ തന്നെ എന്താ പറയുന്നത് മരുന്നുണ്ട, അങ്ങനെ ഒരുപാട് നമ്മളുടെ ശരീരത്തെ എണ്ണയിട്ട് എങ്ങനെ റെഡിയാക്കി ഒരു തുരുമ്പ് പിടിച്ച ഒരു മെഷീനോ ഒരു സൈക്കിളോ ഒക്കെ നമ്മൾ എണ്ണയൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കത്തില്ലേ, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തെ നല്ല രൂപത്തിലാക്കി എടുക്കാൻ പറ്റും. ഒരു വർഷം കൊണ്ട് നമ്മൾ ചതഞ്ഞ് എവിടെയെങ്കിലും കിടന്നവരൊക്കെ കർക്കിടക മാസത്തിലൊന്ന് പൊടി തട്ടിക്കുടഞ്ഞ് എഴുന്നേക്കും ഇല്ലേ? അപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മരുന്നുകളും കാര്യങ്ങളും ഒന്നുമല്ല, നമുക്ക് കുറച്ചേറെ എന്താ പറയുക ഔഷധ സസ്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മളിൽ പലരും കണ്ടിട്ടില്ലാത്ത കച്ചോലം നമ്മൾ സാധാരണ അങ്ങാടി മരുന്ന് ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് നിങ്ങളെ ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുള്ളതാണ്. ചെറിയ ചെറിയ ഇഞ്ചി അരിഞ്ഞിട്ടിരിക്കുന്ന പോലെ ഉണങ്ങി കിടക്കുന്ന സാധനങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ പലപ്പോഴും പറയില്ലേ, അതിൻ്റെ അകത്തുനിന്ന് ഒരമരുന്നിനുള്ള മരുന്നാണ് ഇതെന്ന് പറഞ്ഞിട്ട് ഞാൻ ലേഹ്യം ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഞാൻ കച്ചോലം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കച്ചോലം, അതുപോലെ തന്നെ ചുക്കുമുളക് തിപ്പലിക്കകത്തുള്ള തിപ്പലി നമ്മൾ ആരെങ്കിലും വീട്ടിലുണ്ടായി നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ഉണങ്ങിയതല്ലേ കണ്ടിട്ടുള്ളൂ. ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ടെറസിൻ്റെ മുകളിൽ മുഴുവനും ഔഷധ സസ്യങ്ങളും പച്ചക്കറികളും തെങ്ങ് മാവ് എല്ലാം ഉണ്ട്. അപ്പം നമ്മൾക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവരുടെ ടെറസിൻ്റെ മുകളിൽ എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്നും വിത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, കച്ചോലം ഞാൻ ഇവിടെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഔഷധ സസ്യങ്ങൾ, നമ്മളിപ്പോൾ കർക്കിടക മാസമാണ്, പമ്പിലൊക്കെ ഇറങ്ങി നടക്കുന്നപ്പോൾ റോഡ് സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കണ്ട ഇത് ഇന്ന മരുന്നാണ് എന്ന് നമുക്കൊന്ന് തിരിച്ചറിവ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഞാൻ കുറച്ച് മരുന്ന് സസ്യങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം. ഈ പ്രാവശ്യം നമ്മുടെ റംബുട്ടാൻ ഒന്നും ഉണ്ടായില്ല കേട്ടോ, അങ്ങും ഇഞ്ഞു. അത് മുഴുവൻ എന്താ അണ്ണാൻ തിന്ന്, ഞങ്ങൾ ഇങ്ങോട്ടൊന്നും കയറുന്നില്ലല്ലോ, മൊത്തം മെത്ത വിരിച്ചതുപോലെ അണ്ണാൻ കഴിച്ചിട്ടിരിക്കുന്ന വേസ്റ്റാണ് ഇവിടെ മുഴുവനും. ഞാനിതിൻ്റെ മുകളിലോട്ട് വന്നിട്ട് ഏതാണ്ട് ഒരു മാസമാകാറേ, മാങ്ങ ഉള്ള സമയത്ത് വന്നതാണിതാ. പഴുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ, പക്ഷെ അണ്ണാനും കിളികളും വാവലും ഒന്നും നമുക്ക് തരത്തില്ല, മുഴുവനും പോയി, ഒന്നുമില്ല ഇപ്രാവശ്യം, ഒന്നുമില്ല. കണ്ടോ, ഈ ചില്ലകൾ മാത്രമേ ഉള്ളൂ, അധികമായിട്ടൊന്നുമില്ല. അതാ നോക്ക്, അങ്ങും ഇഞ്ഞും ഒക്കെ പിടിച്ചിട്ടുള്ളൂ. ഇതാ കണ്ടോ, എല്ലാം ഉള്ളത് പിടിച്ചത് തന്നെ അങ്ങ് പൊഴിഞ്ഞു പോവുകയാണേ. അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യം എനിക്ക് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇത്താ റംബുട്ടാൻ ഇല്ലേ, റംബുട്ടാൻ ഇപ്രാവശ്യം ഒന്നുമില്ല. എനിക്ക് ശ്രദ്ധിക്കാൻ സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം പടച്ചവൻ ഇപ്രാവശ്യം ഒന്നും തന്നില്ല. ഞങ്ങൾക്ക് കൊതിക്കൊന്ന് കഴിക്കാനും മാത്രമല്ല, അത് അണ്ണാനും കിളികളും തത്തയും ഒക്കെ കൊണ്ടുപോവാണ്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. കച്ചോലം, തിപ്പലി, അതുപോലെ തന്നെ നമ്മുടെ നാട്ടുമരുന്നുകൾ, നമ്മുടെ നാട്ടിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതും പലർക്കും അറിയാൻ പാടില്ലാത്തതും ഒരുപാട് പേർക്ക് അറിയാവുന്നതുമായ കുറച്ച് ഔഷധ സസ്യങ്ങൾ ഈ കർക്കിടകത്തിലെങ്കിലും നിങ്ങൾക്ക് പ്രയോജനപ്രദമാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്നു എങ്കിൽ ആവട്ടെ. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് കണ്ടോ, ഇതാണ് തിപ്പലി. നമ്മൾ ചുക്കുമുളക് തിപ്പലിക്കകത്ത തിപ്പലി ഇല്ലേ, അവിടെ കുരുമുളക് കൊടിയുടെ ഇല പോലെ ഏകദേശം ഒരു സാമ്യമുണ്ട്. പക്ഷേ ഇതാ കണ്ട, പച്ച തിപ്പലിയായി നിൽക്കുന്നത്. ദേ കണ്ട, ഇത് ഉണങ്ങിയാണ് ചുക്ക് മുളക് തിപ്പലി എടുക്കുന്നത്. കണ്ട, ഒരെണ്ണം ഞാൻ പിച്ചട്ടെ. ഇതൊരെണ്ണം വിളഞ്ഞതാണ്, കാണിച്ചു തരാം. എന്താ കണ്ട, ഇതാണ് തിപ്പലി. കണ്ട കണ്ട, ഈ നിൽക്കുന്നത് തിപ്പലിയാണ്. ഇതിൻ്റെ പൊട്ടാണത്. കണ്ട, ഇത് ഇച്ചിരി കൂടെ വിളഞ്ഞതാണ്. കുറ്റിച്ചെടി പോലെ നിൽക്കുകയാണ്. കണ്ട, തിപ്പലിയുടെ ഇല കണ്ട. ഇത് കച്ചോലം എന്ന് പറയും. ഇത് കണ്ട, ഞാൻ കാണിച്ചു തരാം. ഇത് വേണ്ട, കണ്ടോ, ഇത് കണ്ടോ, ഈ ഇഞ്ചി പോലെ ഇരിക്കുകയാണ്. പക്ഷേ ഇത് ഉണങ്ങി, ഇത് നമ്മുടെ മരുന്നിൻ്റെ അകത്ത് ഒരുപാട് ചേർക്കുന്ന സംഭവമാണിത്. കണ്ടോ, ഇതാ
നേരത്തെ എൻ്റെ വല്യാപ്പച്ച ഉള്ള സമയത്ത് ഈ കച്ചോലം വീട്ടിൽ ഒരു ചാക്കിനകത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പനിയൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഇലയും ഇതിൻ്റെ ഈ കിഴങ്ങ് നമ്മുടെ ഇഞ്ചി പോലാണ് ഇരിക്കുന്നത്, ഇതൊക്കെ കൂടെ ചതച്ചിട്ടിട്ട് നമ്മുടെ യൂക്കാലിയുടെ ഇല, കാപ്പിയുടെ ഇല ഇതൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് ആവി പിടിച്ചു. ഇത് കച്ചോലമാണ്. കച്ചോലത്തിൻ്റെ ഇല നമ്മുടെ ഇഞ്ചിയുടെ കൂട്ടാണ്, പക്ഷേ ഇഞ്ചിയുടെയും മഞ്ഞളിൻ്റെയൊക്കെ കൂട്ട് അത്രയും അങ്ങനെ വരത്തില്ല. കച്ചോലം ഇത് കച്ചോലമാണ്. അതാണ്ടാ ഉണ്ടോ, അതിൻ്റെ കിഴങ്ങാണിത്. ഞാൻ എന്തായാലും ഇതിൽ നിന്ന് 2-3 കിഴങ്ങ് അടിച്ചു മാറ്റിക്കൊണ്ട് പോകും കേട്ടോ. ഈ കിഴങ്ങ് വെച്ചാൽ മതി, പിള്ളേരെ കിളിക്കും. കുരുമുളക് ഇതും കച്ചോലം. അതുണ്ട ഡ്രാഗൺ ഫ്രൂട്ട് നിൽക്കുന്നുണ്ട്. ഡ്രാഗൺ ഇഞ്ചി, വെള്ളരി, മുളക് എല്ലാം ടെറസിൻ്റെ മേളിൽ. നമ്മുടെ ഫ്രിഡ്ജില്ലേ, പഴയ ഫ്രിഡ്ജ് കണ്ട, അതിനകത്താണ് ഇതെല്ലാം നട്ടിരിക്കുന്നത്. കണ്ട, ടെറസിൻ്റെ മുകളിൽ നിറയെ പാഷൻ ഫ്രൂട്ടാണ്. കണ്ട നിറയെ പാഷൻ ഫ്രൂട്ടുണ്ട്. കണ്ട, അങ്ങനെ പിടിച്ച് കിടക്ക്. ഉണ്ടാ ഓറഞ്ച് വരെയുണ്ട്. ഇതുകൊണ്ടാ മരം പോലെ നിൽക്കുന്ന കണ്ട, ഓറഞ്ചാണത്. തെങ്ങും തയ്യ്, ടെറസിൻ്റെ മേളിൽ തെങ്ങ് നിൽക്കുന്ന കണ്ടോ നിങ്ങൾ. ഇത് നമ്മുടെ കൂർക്കയാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ പറയും ശീവക്കിഴങ്ങെന്ന്. ശീവക്കിഴങ്ങെന്നാണ് ഇതിന് പറയുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിന് കൂർക്കയെന്നാണ് പറയുന്നത് കേട്ടോ. കൂർക്കയാ, സാധാ കൂർക്ക. ഓക്കെ, ആകാശവെള്ളരി അല്ലേ ഇത്? മോരുകറിയൊക്കെ വെക്കാന് വേണ്ടത്. ഇത് ആകാശവെള്ളരി എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടെ നീളമുള്ളതല്ലയോ? ഇതാണല്ലേ ആകാശവെള്ളരിയാണ്. നല്ലതാണ്. വേണ്ട ഇത് ഏലം. ഉണ്ടല്ലേ? എന്ത് അതിന്റെ കൂമ്പ് വന്ന് വേണ്ട ഏലത്തിന്. വേണ്ട കണ്ട ദാണ്ട ഏലമാണ് ഈ നിൽക്കുന്നത്. അത് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്. ഇതാണ്ട ഏലം എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല ആണല്ലേ. ഇതെന്തുവാ ഇത് സംഭവം? ഇത് ഇത് ഉരുളക്കിഴങ്ങാണോ? അല്ല, അമരപ്പയറ്. അമര, കൊത്തമര. ഓ ഇല്ല, ഇത് അത് വെള്ളരി. ഇത് ചതുരപ്പയർ. പിന്നത്തെ മാസം ഡിസംബറിലേക്ക് ഇനിയിപ്പോ പിന്നെ കൂർക്കയാണത്. കൂർക്ക നിങ്ങൾ എടുക്കുവോ? ആദ്യമായിട്ട് തന്നെ ഉണ്ടായതാ ആണല്ലേ. അതുകൊണ്ടതാ മുരിങ്ങ. വേണ്ട പേരയൊക്കെ നിൽക്കുന്ന കണ്ടോ ടെറസിന്റെ മേളില്. പേര ഉണ്ട്. ക്യാപ്സിക്കോ നിൽക്കുന്നല്ലേ. അങ്ങനെ ഒട്ടുമിക്ക പച്ചക്കറികളും, അതായത് തെങ്ങ് വേണ്ടതാ. നോക്ക് നിങ്ങൾ, തെങ്ങ് വരെ ഫ്രിഡ്ജിൻ്റെ ടെറസിൻ്റെ മേളിലാണ് ഇതെല്ലാം. വേണ്ട, ഇതാണ് ഈ കർഷകനെ ഒന്ന് കണ്ടോ നമ്മൾ? വേണ്ട, ഇതാണ് ഞങ്ങളുടെ ശാലുമോളുടെ അനിയൻ്റെ പിന്നെ അമ്മായിയപ്പനാണ് കേട്ടോ. വേണ്ട, പടവലങ്ങ. അതൊക്കെ പടവല എല്ലാം ഉണ്ട്. പുള്ളി ഈ ടെറസിൻ്റെ മുകളിൽ ഇനി കൃഷി ചെയ്യാനൊന്നുമില്ലതേ. കോവയ്ക്ക കണ്ട, അത് മുന്തിരിയാ അല്ലേ? മുന്തിരി മേളോട്ട് പടർന്നിട്ടുണ്ട്. അതുകൊണ്ട ആണല്ലേ. അതെ, വെള്ളരി എല്ലാ സാധനങ്ങളും ഉണ്ട്. വേണ്ടതാ. ഇത് മഞ്ഞള് വേണ്ട, കോവയ്ക്ക എല്ലാം. എന്നാ പോ, ശരി. വെണ്ട വെണ്ടയ്ക്ക, മാതളനാരകം. മാതളനാരകം എല്ലാം ഇതിൻ്റെ ഇതിൽ ബോക്സിൻ്റെ അകത്താക്കിയിട്ട് നട്ടിരിക്കുവോ പുള്ളി. പിന്നെ നമ്മൾ പണ്ട് കുട്ടിക്കാലം ഓർമ്മ വരത്തില്ലേ ഈ സംഭവം എന്താണെന്നറിയാമോ? ഞാൻ ലുലുവിൽ ഇതിൻ്റെ വില കേട്ടിട്ട് ഞെട്ടിപ്പോയി.
അത്ര വില. എത്ര നമ്മുടെ നാട്ടിൽ ഏതാണ്ട് 800 സംതിങ് രൂപയാണ് ഇതിൻ്റെ വില. കുഞ്ഞു പ്രായത്തിൽ എല്ലാവരും ഇത് പറിച്ച് കഴിച്ചിട്ടുള്ളതല്ലോ. ഇത് ഭയങ്കര വിലയാണിപ്പം. ക്യാൻസറിനെ തടയാനുള്ള ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് എന്താ കച്ചോലമാണ്, കണ്ടോ. മദ്രസയിലും സ്കൂളിലുമൊക്കെ പോകുന്ന സമയത്ത് ഈ സാധനം കുറച്ച് വല്ലതുമാണോ നമ്മളെല്ലാവരും, നമ്മുടെ കുട്ടിക്കാലമാണ് സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്. കണ്ടോ, പേര എല്ലാം ഉണ്ട്, എല്ലാം കേട്ടോ. ഒരു വേസ്റ്റ് പിന്നെ ഇതിൻ്റെ അകത്ത് പോകാം. വാ പോകാം. ഇത് നമ്മുടെ ശാലുക്കുട്ടൻ്റെ, എൻ്റെ മോളുടെ അനുജൻ്റെ വൈഫിൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ അത് കാഞ്ഞിരപ്പള്ളി പത്തനാടെന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആഫി എന്നാണ് അനിയത്തിയുടെ പേര്. ആഫിയുടെ അത്ത നല്ലൊരു കർഷകനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വലിയ ആടലോടകമാണിത് കേട്ടോ. ഇതിൻ്റെ ഒരു കമ്പ് ഞാൻ കൊണ്ടുവന്നിട്ട് കിളിപ്പിച്ചതാണ്. ഞങ്ങളുടെ വീട്ടിൽ വേലിയിൽ പണ്ടൊക്കെ വേലിയാണല്ലോ, മതിലുകളൊന്നും ഇല്ലല്ലോ, വേലി കംപ്ലീറ്റ് ഇത് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് പനിയൊക്കെ വരുന്ന സമയത്ത് വീട്ടിൽ ഇത് വാട്ടി പിഴിഞ്ഞിട്ട് തേൻ ഒഴിച്ചിട്ട് തരും. ശരിക്കും ചുമയും പനിയും എല്ലാം മാറും. അതുപോലെ തന്നെ നമ്മൾ ആവി പിടിക്കുന്ന സമയത്ത്, പനി വരുമ്പോൾ ആവി പിടിക്കുമ്പോൾ മുഖ്യമായിട്ട് ചേർക്കുന്ന സംഭവം ഇതിൻ്റെ കുറച്ച് ഒരു പിടി ഇലയാണ്. നമ്മുടെ ആടലോടകം 2 തരമുണ്ട്. ചെറിയ ആടലോടകമുണ്ട്, വലിയ ആടലോടകമുണ്ട്. ഇത് വലിയ ആടലോടകമാണ്. ഇതിനും ഭയങ്കര ഒരു സ്മെല്ലാണ്, പക്ഷെ അത് നല്ല മരുന്നാണ് കേട്ടോ. ഇതിൻ്റെ പൂവും കായും ഇലയും വേരും എല്ലാം ഔഷധ ഗുണമുള്ളതാണ്. കഠിനമായ ചുമയുള്ളപ്പോൾ നമ്മുടെ ചെറിയ ആടലോടകത്തിൻ്റെ ഇല വാട്ടി പിഴിഞ്ഞ് നമ്മൾ തേനും ചേർത്ത് കഴിച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മുടെ ചായമാൻസയാണ്, ചീരകളുടെ രാജാവാണ്. ഇത് ഞാൻ ഒരിടത്ത് കണ്ടിട്ട് ഒരു കമ്പ് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കാണുന്നതൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിക്കും കേട്ടോ. ഇതാണ് തവിഴാമ അല്ലെങ്കിൽ തഴുതാമ എന്ന് പറയുന്നത്. ഇത് നമ്മൾ മിക്കപ്പോഴും നാട്ടുവഴികളിലും അതുപോലെ തന്നെ ഒരു ആൾതാമസമൊന്നുമില്ലാതെ കാട് കയറി കിടക്കുന്ന പുരയിടങ്ങളിലും അതുപോലെ തന്നെ റോഡ് സൈഡിലും ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ പറമ്പിലൊക്കെ ഇത് കാണുന്നില്ലേ. എന്തുമാത്രം ഔഷധ ഗുണങ്ങളുള്ളതാണെന്നറിയാമോ? നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇത് 2 കളറിലാണ് കാണപ്പെടുന്നത്. ഇത് പിന്നെ വെള്ളയും ചുവപ്പുമാണ് നമ്മുടെയൊക്കെ പറമ്പുകളിലൊക്കെ സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഇത് നമുക്ക് സമൂലം ഇതിൻ്റെ ഇലയും പൂവും വേരും തണ്ടും എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഔഷധ സസ്യമാണ് കേട്ടോ. ഇലക്കറിയായിട്ടും ഔഷധമായിട്ടും തഴുതാമ നമുക്ക് അത് തോരൻ വെച്ച് കഴിക്കാം, വെള്ളം തിളപ്പിച്ച് കുടിക്കാം, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ആമവാദത്തിന് ഇതുപോലൊരു ഔഷധം വേറെ ഇല്ല. തഴുതാമയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കുവാണെങ്കിൽ മൂത്രതടസ്സം മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട്, വേദന, അങ്ങനെ അതെല്ലാം മാറി രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളൊക്കെ അങ്ങോട്ട് നീക്കം ചെയ്യാനും വയറ് സംബന്ധമായിട്ടുള്ള സകല അസുഖങ്ങൾക്കും അത്യുത്തമമാണിത് കേട്ടോ. ഇതാണ് പൂവാങ്കുരുന്നില. പൂവാങ്കുരുന്നില നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. രക്തശുദ്ധിക്കായിട്ട് ആയുർവേദം നിർദ്ദേശിക്കുന്ന നല്ല ഒന്നാന്തരം ഒരു മരുന്നാണിത്. രക്തസംബന്ധമായ അസുഖങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ ഗർഭാശയത്തിൻ്റെ ആരോഗ്യത്തിന്, കണ്ണിൻ്റെ കാഴ്ചക്കുറവ്, തലവേദന, തലനീരിറക്കം, അങ്ങനെ മൂക്കിൽ ദശ വളരുക, അതുപോലെ തന്നെ സൈനസിൻ്റെ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് നമ്മുടെ ഈ പൂവാങ്കുരുന്നില. ആർത്തവ സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും നല്ല ഒന്നാന്തരം മരുന്നാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ പൂവാങ്കുരുന്നില കൺമഷി ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ഇതാണ് കീഴാർനെല്ലി എന്ന് പറയും. വയറ് സംബന്ധമായ അസുഖങ്ങളെ ചെറുക്കാൻ കഴിവുള്ള നമ്മുടെ ഈ കീഴാർനെല്ലി സമൂലമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ മരുന്ന് കഞ്ഞിയിലൊക്കെ ഇത് വരുന്നുണ്ട്, അത് പിന്നീട് കാണിക്കുന്നതാണ്. മഞ്ഞപ്പിത്തം മാറാൻ ഇത് കീഴാർനെല്ലി അരച്ചിട്ട് പശുവും പാലിൽ ചേർത്തിട്ട് 7 ദിവസം കഴിച്ചാൽ മഞ്ഞപ്പിത്തം മാറിക്കിട്ടും. ഞങ്ങളുടെ തൊട്ടടുത്ത് ഇതിൻ്റെ മരുന്ന് കൊടുക്കുന്ന ഒരു വീടുണ്ട്. ഇതും കീഴാർനെല്ലിയുടെ വർഗ്ഗത്തിൽപ്പെട്ടതാണ്. പല കളറിലതുണ്ട് ഇത് കേട്ടോ. നമ്മുടെ അമിതമായിട്ടുള്ള ആർത്തവ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ്. ഇതാണ് അയ്യപ്പന എന്നും അയ്യപ്പാന എന്നും പറയുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വേലിയിൽ മുഴുവനും ഇതാണ്. എരുത്തിലിനോട് ചേർന്ന് നമ്മുടെ പശുവിനെ കിട്ടുന്ന തൊഴുത്തിനോട് ചേർന്ന് കംപ്ലീറ്റും ഇതാണ്. ഒരു കാവ് പോലെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. നമ്മുടെ ഈ അയ്യപ്പാനയ്ക്ക് ഈ ചെടി നിൽക്കുന്നിടത്ത് പാമ്പുകൾ വരത്തില്ലെന്നാണ് പണ്ടുള്ളവർ പറയുന്നത്. അതുപോലെ ഇത് നമ്മുടെ മുറിവുകൾ ഉണങ്ങാനും, അതുപോലെ തന്നെ മുറിവ് കൊണ്ടുള്ള വേദനകളുണ്ടല്ലോ അത് പെട്ടെന്ന് ശമിക്കാനും ഇതിൻ്റെ ഇല അരച്ചിട്ട് ഈ മുറിവിൽ പുരട്ടുമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പൈൽസിൻ്റെ അസുഖം ഉണ്ടല്ലോ, രക്തം വരുന്ന മൂലക്കുരുവിൻ്റെ ആ അസുഖത്തിന്, വിഷജന്തുക്കളൊക്കെ നമ്മളെ കടിച്ച് ഉണ്ടാകുന്ന ആ പാട് സ്ഥലത്തൊക്കെ ഇതിൻ്റെ ഇല അങ്ങോട്ട് അരച്ച് നല്ലതുപോലെ അരച്ചിട്ട്
ഇങ്ങനെ പുരട്ടുമായിരുന്നു. എൻ്റെ അമ്മായിയമ്മയുള്ള സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പതിവായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇതിൻ്റെ ഈ തണ്ട് നല്ല വയലറ്റ് കളറാണ് കേട്ടോ. ഇത് 2-3 ഇനം ഉണ്ട്. ഇതിന് 2 സൈസ് ഒരെണ്ണം ഞങ്ങളുടെ വീട്ടിൽ നിൽപ്പുണ്ട് കേട്ടോ. വെള്ളയും കൂടെ കലർന്നതാണ്. അപ്പോൾ ഈ ഒറിജിനൽ ഔഷധ ഗുണമുള്ളത് നമുക്ക് ഇതിനാണ് കേട്ടോ. ഇത് ഒത്തിരി ഉപയോഗങ്ങൾക്ക് എടുക്കുന്നതാണ്. നമ്മളുടെ എന്താ പറയുന്നത്, മുറിവൊക്കെ ഉണ്ടായാൽ പെട്ടെന്ന് ബ്ലഡ് നിൽക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിരിക്കാം പണ്ടുള്ളവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളില്ലാതെ പഴമക്കാരിതൊന്നും ചെയ്യില്ലല്ലോ. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു അന്നത്തെ മരുന്നുകൾ. ഇതാണ് ചെറുള. നമ്മൾ റോഡ് വക്കത്തും പറമ്പിലും നാട്ടുവഴികളിലും ഒക്കെ എപ്പോഴും കാണുന്നൊരു സസ്യമല്ലേ. ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഇതിന് ബലിപ്പൂവെന്നും ഒരു പേരുണ്ട് കേട്ടോ. പിന്നെ ദശപുഷ്പങ്ങളിൽ ഒന്നാണ് നമ്മുടെ ചെറുള. ഇത് ഒരുപാട് രോഗങ്ങൾക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ വിഷാംശം പുറത്ത് കളയാനും വൃക്കരോഗങ്ങൾ തടയുന്നതിനും അതുപോലെ തന്നെ രക്തസ്രാവം, കൃമിശല്യം, മൂത്രാശയ രോഗങ്ങൾ, അതുപോലെ കിഡ്നി സ്റ്റോണ്, മൂത്രാശയ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ, മൂത്രത്തിൽ കല്ലൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നമ്മുടെ ഈ ചെറുള സൂപ്പർ സ്റ്റാറാണ്. ഇത് ചെറുളയുടെ ഇല പാലിൽ കാച്ചി കുടിച്ചാൽ നല്ലതാണ്. ഇത് കണ്ടോ, ഇതാണ് പാണലെന്ന് പറയും. പാണൽ ഇവിടെ എല്ലാം തഴുതാമ നിൽപ്പുണ്ട് കണ്ടോ, വെച്ച് പിടിപ്പിച്ചിരിക്കുക. അപ്പം ഈ പാണലിൻ്റെ ഇലയെന്ന് പറയുമ്പോൾ ഒരുപാട് ഗുണങ്ങളല്ല. ഇതൊന്ന് ശ്രദ്ധിച്ചോ. ഈ ഇലയുടെ ഈ ഇടയ്ക്കിടയ്ക്കാണ് ഇതിൻ്റെ പൂവ് വരുന്നത് കണ്ട. അപ്പം ഈ പാണൽ ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു മരമാണ് കേട്ടോ. ഒരു കുറ്റിച്ചെടി പോലെയാണ് ഇത്. ഞങ്ങളുടെ വീട്ടിൽ പള്ളിപ്പാട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വേലിയായിട്ട് വെച്ചിരിക്കുന്നത്. ഇത് ഒരേപോലെ നട്ട് വെച്ചിട്ട് ഒരുപോലെ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ശാലുക്കൂട്ടൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് പുറത്തോട്ട് പോകുമ്പോൾ എൻ്റെ അമ്മായിയമ്മ ഇത് കണ്ണ് കിട്ടാതിരിക്കാൻ നല്ലതാണ്, പഴയ വിശ്വാസമാണ്. പാണലിൻ്റെ ഇല ഇങ്ങനെ ഒരു തണ്ട് പിച്ചി ഒരു ഇല പിച്ചിട്ട് എൻ്റെ ഉടുപ്പിനകത്തിട്ട് തരും, ചുരിദാറിനകത്തിട്ട് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് ചൊരുകി വെക്കും. ഇതിരിക്കട്ടെ എന്ന് പറയും. ഇതിന് നല്ലൊരു മണമാണ്. വേണ്ടതേ നല്ല മണമാണ് ഇതിന് കേട്ടോ. ഇത് നല്ല ഔഷധ ഗുണമുള്ളതാണേ. പാണൽ 2 തരമുണ്ട്. കുറ്റിപ്പാണലും ഉണ്ട്. കുറ്റിപ്പാണലിൻ്റെ ഇല പണ്ടുള്ളവർ ചതവിനും ഉളുക്കിനുമൊക്കെ അതിൻ്റെ ഇല അരച്ചിട്ട് ആ ചതഞ്ഞ ഭാഗത്ത് പുരട്ടും. അപ്പോഴും നല്ല കുളിർമയാണ്. പണ്ട് കാലത്ത് ഇത് ഇഞ്ചി വിത്തുണ്ടല്ലോ, അത് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഈ പാണലിൻ്റെ ഇല അതിൻ്റെ ഒപ്പം സൂക്ഷിക്കുമായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു. ഒരിലക്കകത്ത് തന്നെ 4-5 ഇല വീതമാണ് കണ്ടോ. ഓരോ തണ്ടിലും ഒരിലയെന്ന് പറയുമ്പോൾ ഒരു 5 ഇല വീതം ഉള്ളതാണ്. കണ്ട ഇത് നമ്മുടെ കറിവേപ്പിൻ്റെയൊക്കെ ഇല പോയതാ കണ്ട. ഒരു തണ്ടിൻ്റെ അകത്ത് 5 ഇല കാണും കണ്ട. അങ്ങനെ തന്നെയാണ് എല്ലാം. അത് ഓരോ മുട്ടിലുമാണ് പൂക്കൾ കണ്ട. അതിൻ്റെ കുരുന്നിലയാണിത് കണ്ട. ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ളതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കീഴാനെല്ലി പല കളറുണ്ടെന്നതാ കണ്ടോ. ഇതും വയലറ്റ് കണ്ടോ, കീഴാർ നെല്ലി കണ്ടോ. ഇത് കൊള്ളില്ല, ഇത് നമ്മൾ എടുക്കത്തില്ല. സാധാരണ നമ്മൾ എടുക്കുന്നത് വേറേതാണ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന കീഴാനെല്ലി. ഇതിനാണ് ഔഷധ ഗുണമുള്ളത്. ഇത് അത്ര പോരാ കണ്ടോ. 2 കളറുണ്ടെന്ന് പറഞ്ഞില്ലേ കണ്ട. ഇതും കീഴാനെല്ലിയാണ്. അതിൻ്റെ ഇല ചൂടുന്ന കണ്ടോ. നമ്മുടെ തൊട്ടാവാടിയുടെ കൂട്ട് തന്നെ തൊട്ടപ്പോഴത്തേക്ക് അതിൻ്റെ ഇല ചൂടി പോകുന്ന കണ്ടോ. ഇതാ നോക്കിയേ കണ്ടോ, ഇലയങ്ങ് കൂമ്പി തൊട്ടാവാടി പോലെ തന്നെ. പക്ഷെ നമ്മുടെ കീഴാനെല്ലി അങ്ങനെ വരില്ല. ഒറിജിനൽ നമ്മൾ ഉപയോഗിക്കുന്ന ഔഷധമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കീഴാനെല്ലി ഇതാണ് കണ്ടോ. ഇത് നല്ല പച്ച കളർ, പച്ച കളർ കണ്ടോ. അത് ഇതിൻ്റെ അടിഭാഗത്ത് നെല്ലിക്ക വലിപ്പത്തിൽ ഇങ്ങനെ അരിയുണ്ട് കണ്ടോ. അതിൻ്റെ തന്നെ മറ്റൊരു വകഭേദമാണ്. ഇതും കീഴാനെല്ലിയാണ്, പക്ഷേ ആ കുടുംബത്തിൽപ്പെട്ടതാണ്. പക്ഷേ ഇത് നമ്മൾ ഉപയോഗിക്കില്ല കണ്ടോ. ഇത് മറ്റൊരു ഇനമാണ്. ഈ കീഴാനെല്ലി തന്നെ എത്ര സൈസ് ഉണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കിക്കൂ. ഇതും ആ കുടുംബത്തിൽപ്പെട്ടതാണ് കണ്ടോ. ഇത് മെറൂൺ കളറാണ് കണ്ടോ, ഒരു കോഫി ബ്രൗൺ കളറാണ്. ഇതും നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ അതേണ്ട അതിൻ്റെ തന്നെ വേറൊരു കളറാണിത്. ഇത് ബ്രൗണും ഗ്രീനും കൂടെ കലർന്നൊരു കളറാണ് കണ്ടോ. ഇതും കീഴാർനെല്ലിയാണ്. പക്ഷേ ഇതെല്ലാം കീഴാനെല്ലിയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് കണ്ടോ. കൊച്ചാപ്പാട മോനും ചിറ്റപ്പൻ്റെയും മൂത്താപ്പാടയൊക്കെ മക്കളാണിത്. അപ്പോൾ കീഴാനെല്ലി എത്ര സൈസ് ഉണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. 1, 2, 3 കളറിൽ വ്യത്യാസമുണ്ട്, ഇലയിൽ വ്യത്യാസമുണ്ട് കണ്ട.
ഒറിജിനൽ കീഴാനെല്ലിയുടെ ഇലയിൽ നിന്നും ഒറിജിനലിൽ നിന്നും വ്യത്യാസം കണ്ടോ? പുളിയുടെ ഇല പോലുള്ള ഇലയാണ് കീഴാനെല്ലി ഒറിജിനലിന്. നമ്മൾ കരൾ രോഗങ്ങൾക്ക് ഔഷധ അതായത് നമ്മൾ ആയുർവേദത്തിലെ ഔഷധങ്ങളായിട്ട് എടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇത് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഇതെല്ലാം ഈ കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ് കേട്ടോ. ദാ ഇത് കണ്ട. അപ്പോൾ 1 2 3 4 കൂട്ടം കീഴാനെല്ലിയുണ്ട്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു സംഭവം മാത്രമേ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. കരൾ രോഗങ്ങൾക്ക്, മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾക്ക് ഏറ്റവും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നതാ. നമ്മുടെ തൊട്ടാവാടിയുടെ ഇല പോലെ ഇതങ്ങ് കൂമ്പി കണ്ടോ. ഇതെല്ലാം അങ്ങനെ തന്നെയാണ്, ഇതും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മുടെ കീഴാനെല്ലി നോക്കിക്കേ, ഇതും അങ്ങനെ തന്നെയാണ്. അതേ കൂമ്പി വരുന്നു ഇല്ലേ. ഇതാണ് കല്ലുരുക്കി കണ്ടോ. കല്ലുരുക്കിയാണിത്. ഇത് മൂത്രത്തിൽ കല്ലിന് ഇത് അരച്ച് ഉരുട്ടി കഴിക്കും. അല്ലാതെ ഒരുപാട് ആയുർവേദ മരുന്നുകളിൽ ഉപയോഗിക്കുന്നതാണ് കല്ലുരുക്കി. മുയൽ ചെവിയൻ, ഇതാണ് മുയൽ ചെവിയൻ കണ്ട. ഇതിലും വയലറ്റ് കളറിലെ പൂവാണ്. ഇത് കുരുന്നാണിത്. ഇത് മുയൽ ചെവിയൻ. നമ്മുടെ മുയൽ ചെവിയനും ദശപുഷ്പങ്ങളിലൊന്നാണ് കേട്ടോ. സഹിക്കാൻ വയ്യാത്ത തലവേദന ഉണ്ടല്ലോ, മൈഗ്രെയിൻ പോലുള്ള തലവേദനയ്ക്ക് നല്ല ഒന്നാം തരം പച്ചമരുന്നാണിത്. തൊണ്ട സംബന്ധമായിട്ടുള്ള സർവ്വ രോഗങ്ങൾക്കും നല്ലതാണ്. കരിനച്ചി നമ്മുടെ കുടുംബ വീട്ടിൽ ഫ്രണ്ടിൽ ഇങ്ങനെ നിപ്പുണ്ട് ഇഷ്ടം പോലെ. കണ്ട കണ്ട, ഇതാണ് കരിനച്ചി. ഇതിൻ്റെ ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ കുടുംബ വീട്. ഞങ്ങളെല്ലാവരും കളിച്ച് വളർന്ന ഞങ്ങളുടെ വീട്. ഞാൻ ശാലിക്കുട്ടൻ്റെ അനുജത്തിയുടെ വീട്ടിൽ നിന്നും 2-3 കിഴങ്ങെടുത്തോണ്ട് വന്നില്ലേ കച്ചോലത്തിൻ്റെ, അത് ഇത്രയായിട്ടുണ്ടേ. ഞാനൊരു ബക്കറ്റിൻ്റെ അകത്ത് കൊണ്ടുവന്ന് നട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ അതിൻ്റെ അകത്ത് നിൽപ്പുണ്ട്. ഇത് ആനച്ചുവടിയാണ് കേട്ടോ. ആനച്ചുവടിയും നല്ല ഒന്നാം തരം മരുന്നാണ് കേട്ടോ. ഞാനെന്തായാലും ഈ കാണുന്ന ഏതൊക്കെ ഔഷധങ്ങൾ എവിടെ കണ്ടാലും പറമ്പിലൊക്കെ നിൽക്കുന്നതാണെങ്കിൽ പോലും പറിച്ചു കൊണ്ടുവന്ന് നമ്മൾ സൂക്ഷിച്ചൊന്ന് വളർത്തി എന്തെങ്കിലും ഒരു ഉപയോഗത്തിന് എടുക്കാമല്ലോ. ആനച്ചുവടിയുടെ ഉപയോഗങ്ങളൊക്കെ ഞാൻ ഇനിയും നമുക്ക് മരുന്ന് കഞ്ഞി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് എല്ലാ മരുന്നുകളും ഇതിൻ്റെ അകത്ത് ചേർത്ത് ചെയ്യുമ്പോൾ വിശദമായിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. നമുക്കൊരു വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഔഷധ സസ്യങ്ങളുടെ ഒരു വിളനിലമാണ് നമ്മുടെ ഭൂമി, നമ്മുടെ പ്രകൃതി. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക. വീഡിയോ കഴിവതും നിങ്ങൾ നമ്മുടെ പരിസരത്തുള്ള നാട്ടുമരുന്നുകൾ, നമ്മുടെ ഔഷധ സസ്യങ്ങളൊക്കെ കഴിവതും ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമുക്ക് പ്രകൃതിയിലേക്ക് മടങ്ങാം. എനിക്കതേ പറയാനുള്ളൂ. സത്യം പറഞ്ഞാൽ നമുക്ക് പ്രകൃതി തന്ന വിഷമില്ലാത്ത ഒരുപാട് മരുന്നുകളും ഒരുപാട് അനുഗ്രഹങ്ങളും ഉണ്ട്. നമ്മളതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ രോഗങ്ങളുടെ പിറകെ പായുകയാണ്. ഇത് കണ്ടോ, ഇതാണ് നിലമ്പാല എന്ന് പറയും. നിലമ്പാല ഇത് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വണ്ണമില്ലല്ലോ, അപ്പോൾ ഇച്ചിരി വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ പശുവുണ്ട്. വെളുപ്പിന് പശുവിനെ കറന്നിട്ട് ഈ പാല അപ്പോഴും രാത്രി ഞങ്ങൾ പറിച്ചു കൊണ്ടുവന്ന് വെക്കും സന്ധ്യയ്ക്ക്. ഇത് നമ്മളിങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ കണ്ടോ, ഇതിലൊരു പാല് പോലെ കണ്ടോ. ഇത് 2 ടൈപ്പ് ഉണ്ട്. ഇത് ചുമപ്പാണ് കേട്ടോ. ഇതിനേക്കാളും ഗുണം പച്ച കളറിലതുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഈ ചരൽ അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ മുറ്റത്തിൻ്റെ സൈഡിൽ ഇങ്ങനെയൊക്കെയുള്ള ഭാഗത്ത്, അതായത് പാറക്കെട്ടുകളിലൊക്കെയാണ് കൂടുതലായിട്ട് ഇത് കാണുന്നത് കണ്ടോ. നിലമ്പാല ഞാൻ ഒരുപാട് ഇത് പശുവും പാലിൻ്റെ അകത്ത് പശുവിനെ കറന്നിട്ട് നമ്മളിത് അരച്ച് എടുത്തിട്ട് ആ പാത്രത്തിലേക്കാണ് പശുവിനെ കറന്ന് പാലെടുക്കുന്ന ആ ചൂടോടെ, ഇളം ചൂടോടെ ആ പാല് ഇതിലോട്ട് കറന്നെടുത്ത് എനിക്ക് തരും രാവിലെ വെളുപ്പിന്. കണ്ടത് നമ്മുടെ ഈ ടൈലിൻ്റെ ഇടയ്ക്കെല്ലാം പിടിച്ച് നിൽപ്പുണ്ട്. ഞാൻ ഇത് ഒരു ഈ നിലമെന്ന് പറഞ്ഞാൽ അറിയോ, നമ്മുടെ 2 കൃഷി നടത്തുന്ന ഇരിപ്പൂ നിലം ആ ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ സന്ധ്യയ്ക്ക് പോയി എല്ലാം വൈകിട്ട് പോയി എല്ലാം പറിച്ചു കൊണ്ടുവന്ന് കഴുകി എല്ലാം ഒലച്ച് കഴുകി റെഡിയാക്കി വെക്കും. എന്നിട്ട് രാവിലെ വെളുപ്പിനെ അമ്മിക്കല്ലേ വെച്ച് അരച്ച്, ഒരു കമലാക്ഷിയമ്മയുണ്ട്, പാല് അതിൻ്റെ അകത്തോട്ട് കറന്ന് പശുവിനെ പാല് ഈ അരച്ചെടുത്ത പാത്രത്തിലേക്ക് കറന്ന് ചൂടോടെ കലക്കി എനിക്ക് തരുമായിരുന്നു. അപ്പോൾ വണ്ണം വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ചെയ്യാം. പക്ഷെ എന്നിട്ട് ഞാൻ വണ്ണം വെച്ചില്ലായിരുന്നു. ഇത് കഴിച്ചിട്ടൊന്നും വണ്ണം വന്നില്ല കേട്ടോ. കണ്ടോ എല്ലായിടത്തും നിപ്പുണ്ട്. ഇതിങ്ങനെയാണ് ഇതിൻ്റെ കണ്ടതാ. ഇതാണ് നിലമ്പാല.
നിലമ്പാല 2 ടൈപ്പ് ഉണ്ട്. ഇത് ചുവപ്പ് കളറിലെ നിലമ്പാലയാണ്. ഗുണം നമ്മുടെ പച്ച നിലമ്പാലയ്ക്കാണ് കേട്ടോ. ആനച്ചുവടി എന്ന് പറയും. ആനച്ചുവടി എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ് കേട്ടോ. അതിലെല്ലാം നിൽക്കുന്ന ആനച്ചുവടിയാണ്. ഇതാണ് ആനച്ചുവടി. അപ്പോൾ ഇതാണ് നമ്മുടെ നിത്യ യൗവനം തരുന്ന സംഭവമാണ് നമ്മുടെ മുക്കുറ്റി, അഥവാ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ തീണ്ടാനാഴി, മുറിവ് കൂടി എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. പണ്ട് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് വേവറ എണ്ണയെന്നും പറഞ്ഞിട്ട് ഒരു എണ്ണ കാച്ചും. അതിൽ മുഖ്യ സംഭവം ഇതായിരുന്നു. നമ്മുടെ ഈ മുക്കുറ്റിയാണ് അതിൽ ചേർക്കുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ഔഷധ സസ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി മുക്കുറ്റിയൊക്കെ കുറിച്ച് നമുക്ക് ഒത്തിരി വീഡിയോകൾ വരുന്നുണ്ട്. അതിൻ്റെ ലേഹ്യം വരുന്നുണ്ട്, കഞ്ഞികൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇതിപ്പോൾ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമല്ലോ അറിയാത്തവർക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തിരികെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.